ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചമ്മന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണം. ഇന്നത്തെ ചമ്മന്തിപ്പൂവിൻ്റെ കഥ പറയാൻ ഇത്തിരി ലേറ്റായിപ്പോയി, ഉണ്ണിവാവുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാം, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ചന്ദ്രമതി നായുടെ മുകളിൽ തല വെച്ചിട്ട് കിടക്കുകയാണ്. രേവതി കൂട്ട് കിടക്കാൻ വന്നപ്പോൾ രേവതിയോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് നീങ്ങി കിടക്കുക, നീ വേണ്ട ശ്രുതി നോക്കിയാൽ നീ വേണ്ട. ശ്രുതി വന്നിട്ട് കട്ടിലിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്, ചന്ദ്രമതി രേവതിയും കൂടി താഴത്ത് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു ചന്ദ്രമതി പറയുന്നുണ്ട്, എന്നിട്ട് ഈശ്വര, ഞാൻ ഏത് ജന്മത്തിൽ പാപം ചെയ്തതാണ് അവ ഇതിനെപ്പോലെ ഒരെണ്ണത്തിന് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറ്റി കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറഞ്ഞു, അമ്മ എങ്ങനെ ചിരിപ്പിക്കല്ലേ അമ്മ, ഞാൻ കിടക്കാൻ പോകണേ, ഗുഡ് നൈറ്റ് പറഞ്ഞു. കടന്നു പോടി, നിൻ്റെ ഒരു ഗുഡ് നൈറ്റ് എന്നൊക്കെ കൊണ്ട് രേവതിനെ അപ്പോഴും ചന്ദ്രമതി വഴക്ക് പറയാണ്. ഈ സമയത്ത് സച്ചി രവീന്ദ്രനും കൂടി ഒരുമിച്ചാണ് റൂമിൽ കിടക്കുന്നത്. സച്ചി രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത്. അച്ഛാ, ഞാൻ ഇങ്ങനെയല്ല അച്ഛനെ ചെറുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നാന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറ, അതേടാ നീ ഇങ്ങനെ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നായിരുന്നേ അച്ഛൻ. അപ്പം അവൻ പറയും, ഞാൻ ഒരിക്കൽ പോലും അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ അമ്മേനെ കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മ എന്നെ പോടാ പറഞ്ഞിട്ട് തട്ടിയിട്ട് ഞാൻ കട്ടിൽ നിന്ന് താഴ്ത്തി വീണത് അച്ഛന് ഓർമ്മയുണ്ടോ ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ പറയും, എനിക്ക് ഓർമ്മയുണ്ട് പറയും, ഞാൻ എൻ്റെ അമ്മേനെ വല്ലപ്പോഴൊക്കെ അല്ലേ അന്ന് കാണാറുള്ളൂ, ഞാൻ ആ കൂടി അച്ഛനെയും അച്ഛമ്മേനെയും മാത്രമേ കാണാറുള്ളൂ, അച്ഛനെയും വല്ലപ്പോഴേ കാണാറുള്ളൂ. അപ്പോൾ രവീന്ദ്രൻ പറയും, ഞാൻ നിന്നെ കാണാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് സച്ചി, ഞാൻ വരുമ്പോൾ നീ അവിടെ ഇങ്ങനെ ഉമ്മർത്ത് എന്നെ കാത്തിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളായിട്ടല്ലേ അച്ഛൻ വരാറ്, അമ്മയുടെ അടുത്ത് കിടക്കാനുള്ള ഭാഗ്യം ശ്രുതിക്കും ശ്രീകാന്തിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, എന്താ അച്ഛൻ അമ്മയ്ക്ക് എന്നോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സച്ചി ഉറക്കെ കരയാണ്. സച്ചിയുടെ മനസ്സിലത്തെ വിഷമങ്ങൾ മുഴുവൻ സച്ചി രവീന്ദ്രനോട് പറഞ്ഞിട്ട് സച്ചി രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയണം. പോട്ടടാ സച്ചി, അതൊക്കെ വിട്, നീ കിടന്നുറങ്ങുക, അച്ഛൻ എന്തിനാ അച്ഛനെ ഇങ്ങനെ സ്നേഹിക്കണം, അച്ഛനെ എന്നോട് എന്തൊരു സ്നേഹം, അച്ഛൻ എന്തിനാ അച്ഛനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കണേ, എല്ലാവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഞാൻ താന്തോന്നിയും വൃത്തികെട്ടവനായപ്പോഴും എന്നെ ചേർത്ത് നിർത്തി അച്ഛനും അച്ഛമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയേക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഉറക്കെ കരയാണ്. ഉറക്കെ കരഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള രംഗങ്ങളാണ് അവിടെ. പിന്നെ ഇപ്പുറത്ത് ചന്ദ്രയുടെ റൂമിൽ ചന്ദ്രയ്ക്ക് രാത്രിയായി, ചന്ദ്രയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്ന സമയത്ത് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോകുമ്പോൾ ചന്ദ്ര പറയാണ്, ശ്രുതി ഈശ്വര, മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് പോയല്ലോ, എങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ പോവും, ശ്രുതി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണേ, ഇവളെന്താ നീക്കാത്ത, ഇവളേനെ ഇതിലും കൂടുതൽ ഞാൻ എങ്ങനെ ഉറക്ക വിളിക്കുക, ഈശ്വര അതിപ്പോൾ വൃത്തികേടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി വീണ്ടും, ശ്രുതി ഒന്ന് എഴുന്നേക്ക്, ശ്രുതി ഒന്ന് വാ, ശ്രുതി ആൻറ്റിക്ക് ഒന്ന് ബാത്റൂം പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചാണ്. പക്ഷേ ശ്രുതി എഴുന്നേക്കില്ല. അപ്പോൾ രേവതി എന്താ ചോദിക്കുമ്പോൾ പറയും, നിന്നെ ആരാടി വിളിച്ചത്, നീ പോയി കിടന്നുറങ്ങി, നിന്നല്ലല്ലോ വിളിച്ചത്, നീ മിണ്ടണ്ടാവട്ട് രേവതീനെ ചീത്ത പറഞ്ഞിട്ട് വീണ്ടും ശ്രുതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്രുതി അറിഞ്ഞിട്ട് അറിയാത്ത പോകുന്നിട്ട് സുഖമായിട്ട് കിടക്കുകയാണ്. ലാസ്റ്റ് ചന്ദ്രമതി പറയും, രേവതി വാടി, എനിക്കൊന്ന് ബാത്റൂം പോകണം പറയുമ്പോൾ രേവതി പറയും, ഇത്ര നേരം ശ്രുതിനെ മോളെ, ശ്രുതി മോളെ എന്നൊക്കെയല്ലേ വിളിച്ചായിരുന്നു, അതുപോലെ മോളെ രേവതി എന്നൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതി ദേഷ്യമായിട്ട്, മോളെ രേവതി എന്നൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ രേവതി എഴുന്നേറ്റ് ചന്ദ്രമതിനെ വെള്ളമൊഴിച്ച് നീപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണം. യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ കൊണ്ടുപോകണു. ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് രേവതി എൻ്റെ മുമ്പിൽ കാവലിക്കാണ്. ആൻറ്റി അമ്മ കഴിഞ്ഞാൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് രേവതി ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിനെ നോക്കിയിട്ട് രേവതി പറഞ്ഞു, ഇത് എന്തൊരു ഉറക്കം, അത് ഉറക്കത്തിൽ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയാൽ പോലും ഇതവൾ അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതെ ശ്രുതി കിടക്കണം കേട്ടോ. ശ്രുതി ഉറക്കം നടിച്ചിട്ടാണ് കിടക്കുന്നത്. അവൾ ഉണർന്നിട്ടുണ്ട്, പക്ഷേ എഴുന്നേക്കാൻ മടിച്ച് ഉറക്കം നടിച്ചിട്ടാണ് ശ്രുതി കിടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെയായി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി നീറ്റ് നടക്കുന്നുണ്ട്, പക്ഷേ കഴുത്തൊരു വശയ്ക്ക് ചെരിഞ്ഞിട്ടാ പൂജാമുറി പോയിട്ട് ശരിക്കും ചന്ദ്രമതിക്ക് പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല. ഈശ്വര, ഞാൻ എങ്ങനെയൊന്ന് ശരിക്കും പ്രാർത്ഥിക്കുക, എനിക്ക് പറ്റണില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് തല ഒരു വശത്തേക്ക് ചെരിച്ചിട്ട് കൈ കൂപ്പാണ്. ആ സമയത്ത് സച്ചി വന്നിട്ട് സച്ചി കളിയാക്കണം, ഇപ്പോഴത്തെ പുതിയ മോഡലാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ കളിയാക്കണ്ട എന്നൊക്കെ ചന്ദ്രമതി, നീ എന്നെ കുത്താൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടാണ്. അപ്പോൾ രേവതി പറയണേ, വേണ്ട സച്ചിയേട്ടാ പാവം എന്നൊക്കെ പറയണം, അങ്ങനെ ചെയ്യരുത് വയ്യാനിട്ടല്ലേ എന്നൊക്കെ പറയാണ് രേവതി. ഈ സമയത്ത് വർഷം അങ്ങോട്ട് വരും. അപ്പോൾ രേവതി പിന്നെ ചന്ദ്രമതി ചിത്രം അങ്ങോട്ട് വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ തരാടി എന്ന് പറയുമ്പോൾ കഴുത്ത് തിരിഞ്ഞ കാരണം ഇതൊക്കെ വർഷയുടെ മുഖത്തൊക്കെ സംസാരിക്കുന്ന പോലെയാണ് വർഷിക്കുന്നത്. വർഷ എന്താ ആൻറ്റി എന്നോട് പറഞ്ഞേ, എനിക്ക് തരാമെന്നോ, എന്താ ആൻറ്റി എടുത്ത് വെച്ചേക്കണേ എന്ന് ചോദിച്ചിട്ട് വർഷ വഴക്കിന് വരുമ്പോൾ ചന്ദ്രമതി പറയും, വർഷമോളെ ഞാൻ നിന്നെയല്ല പറഞ്ഞ രേവതീനെയാണ് പറഞ്ഞതെന്ന് പറയാണ് ചന്ദ്രമതി. അങ്ങനെ എന്ന് പറയണം. അപ്പോൾ വർഷ അങ്ങനെ ചന്ദ്രമതിയുടെ വയ്യായിക മുഴുവൻ ദേഷ്യം മുഴുവൻ രേവതിയുടെ അടുത്ത് തീർക്കുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ വയ്യായിക കഴുത്ത് ശരിയായിട്ടില്ല. അങ്ങനത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ചേമ്പന്നീർപ്പൂവിൽ ഇന്നത്തെ കഥയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്